നമസ്കാരം. ഇന്ത്യ വളരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ്. അത് ലോകത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. 5ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തുന്നു. തുടർന്ന് 2ാം സ്ഥാനവും 1ാം സ്ഥാനവും കൈക്കലാക്കുന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ. നമ്മുടെ സാമ്പത്തിക നിലവാരം അത്തരത്തിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ നിരവധി പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ, ആഗോള സാമ്പത്തിക രംഗത്തെ പുതിയ ചുവടുവയ്പ്പുകൾ തുടങ്ങിയവ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലോകത്തിന് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു വലിയ മുതൽക്കൂട്ടായി മാറുന്നു, അല്ലെങ്കിൽ ഒരു പ്രകടമായ ഉദാഹരണമായി മാറുന്നു എന്നുള്ളതാണ് ആഗോള സാമ്പത്തിക സർവേ തന്നെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലോകബാങ്കിന്റെ, അതുപോലെ വിവിധ ഏജൻസികളുടെ ഒക്കെ സർവേ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇതാണ്. എന്താണ്? ഇന്ത്യ ആഗോള ശക്തിയായി, ആഗോള സാമ്പത്തിക ശക്തിയായി ഉയരുന്നു എന്ന്. എന്നാൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരുന്നുകൊണ്ട് ഒരു സ്ത്രീ അതിനോട് യോജിക്കുന്നില്ല, ഞാനത് സമ്മതിക്കില്ല എന്ന് ഒരു വിദേശ മാധ്യമത്തോട്, അതായത് ഒരു ഇന്റർവ്യൂവിൽ പറയുകയാണ് മമതാ ദീദി എന്ന തൃണമൂലിന്റെ ഏറ്റവും ശക്തയായ നേതാവ്. ബംഗാൾ എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇവർ. ഐ വിൽ ഡിഫർ ദാറ്റ്. അതായത് ഈ ഇന്ത്യ ആഗോള സാമ്പത്തിക ശക്തിയായി ഉയരുന്നു. ആഗോള രംഗത്ത് സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ്. അപ്പം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നമ്മുടെ ഇന്ത്യ മാറുന്നു എന്നുള്ളതിനെ കുറിച്ച് ഈ ഇന്റർവ്യൂ എടുക്കുന്ന മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോഴാണ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് ഈ നാണംകെട്ട സ്ത്രീ മറുപടി പറഞ്ഞു. ഇതാണോ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ഇവർക്ക് ഭരണ നേട്ടത്തിനും അല്ലെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയമായ നേട്ടത്തിനും വേണ്ടി ഇവർ മോദി സർക്കാരിനെ പലപ്പോഴും അംഗീകരിക്കുകയും പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും NDAക്കെതിരെയും ഒക്കെ ധാരാളം പ്രകടനങ്ങൾ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്ന തരത്തിൽ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ അവർ മോദി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് പലപ്പോഴും പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്, ഇന്ത്യ തകരണം എന്ന ആശയമാണ്, അല്ലെങ്കിൽ ഇന്ത്യ നശിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ത്രീ മമതാ ദീദി. ഇവരെ ദീദി എന്നൊന്നും വിളിക്കാൻ നമുക്ക് എന്തായാലും ശകലം ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ദീദി എന്നാണ് ഇവരെ വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുകയാണ്. ഇതുപോലെ നേരത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ബഹൻജി മായാവതി. ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അതായത് ചെരുപ്പ് വാങ്ങാൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഡൽഹിയിൽ പോയി ചെരുപ്പ് വാങ്ങി ലക്നൌവിലേക്ക് കൊണ്ടുവന്ന് ഇവരുടെ ചിഹ്നമായ ആന ലോകം മുഴുവൻ ഇങ്ങനെ കാണണം എന്ന് വിചാരിച്ച് ഉത്തർപ്രദേശിലൊക്കെ തന്നെ പലയിടങ്ങളിലായി പ്രതിഷ്ഠിച്ച് ധൂർത്ത് നടത്തി ഉത്തർപ്രദേശ് സർക്കാരിനെ തന്നെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഉത്തർപ്രദേശിലെ ജനങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് ഈ മായാവതി പലപ്പോഴും ഭരണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ മമതാ ദീദിയുടെ സ്ഥിതിയും ഇത് തന്നെ. ബംഗാൾ ജനതയെ തന്നെ പരിഹസിച്ചുകൊണ്ടാണ് ഈ മമതാ ദീദി പലപ്പോഴും പല പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് ഇവർക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഇവർ അറിഞ്ഞില്ല എന്ന് നടിക്കുന്നു, അറിയില്ല എന്ന് നടിക്കുന്നു. ആഗോളതലത്തിൽ ഇന്ത്യയെ പരിഹസിക്കുന്ന ആ രാഹുൽ ഗാന്ധിയുടെ അതേ രീതി, ഇന്ത്യയെ കളിയാക്കിക്കൊണ്ട് പ്രസ്താവനകൾ നടത്തുന്ന അതേ രീതി, ഇന്ത്യ ആഗോള സാമ്പത്തിക ശക്തി ആകില്ല എന്ന് തീരുമാനിക്കുന്നത് മമതാ ബാനർജിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനോട് ചോദിക്കൂ, കൃത്യമായ കണക്കുകൾ സഹിതം പറഞ്ഞു തരും. വേണമെങ്കിൽ ബംഗാളിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് കൂടി നിർമ്മലാജി നിങ്ങൾക്ക് പറഞ്ഞു തരും മമതാ ദീദി. ഇത്തരം നാണംകെട്ട പരിപാടികൾ, വൃത്തികെട്ട നെറികെട്ട നാണം ഇല്ലാത്ത പരിപാടികൾ വിദേശത്തൊന്നും പോയി പറയരുത്. വിദേശത്ത് പോയത് എന്തിനാണ് എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇവരെ പോലുള്ള ആളുകളാണ് നമ്മുടെ ശ്യാമം, MK സ്റ്റാലിനെ പോലെ, മമതാ ബാനർജിയെ പോലെ ഉള്ള ആളുകളാണ് ശരിക്കും ഇന്ത്യയുടെ ശാപം. ഇവരൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ്. പിണറായി വിജയനും മോശമൊന്നുമല്ല കേട്ടോ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് എന്ന് പറയുന്നത് തന്നെ ഇന്ത്യക്ക് നാണക്കേട്. അതാണ് നാണക്കേട്, അല്ലാതെ വേറൊന്നുമല്ല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താണ്, ഇന്ത്യയുടെ വികസനം എന്താണ്, പുരോഗതി എന്താണ്, ഇന്ത്യ ഏത് രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നൊക്കെ ഇന്ത്യൻ ജനതയ്ക്കും അറിയാം. ആഗോള മാധ്യമങ്ങൾക്കും ആഗോള സാമ്പത്തിക സ്രോതസ്സുകൾക്കും അല്ലെങ്കിൽ ആഗോള സാമ്പത്തിക കമ്പനികൾക്കും ഒക്കെ തന്നെ അറിയാം ഏത് രീതിയിലാണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത്, ഇതുവരെ എങ്ങനെയാണ് മുമ്പോട്ട് പോയത് എന്നുള്ള കാര്യം. മമതാ ദീദിയൊക്കെ ശരിക്കും ചാണകമുക്കി ചൂലുകൊണ്ട് തല്ലി ഇവിടുന്ന് ഓടിക്കണം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം,
2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.